ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇതേ രാവിലെ തന്നെ ഞാൻ എണീറ്റിട്ടുണ്ട്. ഒരു 6 മണിയൊക്കെയപ്പോൾ എണീറ്റിട്ടാ. നമ്മുടെ ആളിന്ന് സ്കൂളിൽ പോകണമല്ലോ. ശനി ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച സ്കൂളിൽ പോകാൻ മടിയുള്ള ദിവസമൊക്കെയാണ്. എന്നാലും പതുക്കെ അങ്ങ് എണീറ്റ് പോകുന്നത്. അത് കഴിഞ്ഞ് നേരെ ഞാൻ പല്ല് തേപ്പ് പാസ്സാക്കിയത്. അത് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് ചെയ്തത് നമ്മുടെ കഞ്ഞിക്കുള്ള വെള്ളം വെച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാനും എമ്രൂട്ടനും മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങളിത് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചേ. രാവിലെ തന്നെ ഞങ്ങൾക്കുള്ള കുറച്ച് പൊടി എടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് ഞാൻ അത് നനച്ച് സെറ്റായിക്കൊണ്ടിരിക്കുകയാണേ. ഇത് PTC എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ പുട്ടുപൊടിയാണ്. സ്റ്റീം പുട്ടുപൊടി ആകുമ്പോൾ നമ്മളധികം കുഴച്ച് കഷ്ടപ്പെടണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ വേഗം അതിൻ്റെ ഇടയ്ക്ക് പോയി തേങ്ങയൊക്കെ ചിരണ്ടി അതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് എല്ലാം സെറ്റായിക്കൊണ്ടിരുന്നപ്പോൾ ദേ എണീറ്റുവിന് നമ്മുടെ താരം. എന്താ കാര്യം, നേരത്തെ എണീറ്റിങ്ങ് പോന്നേക്കുവാ. സാധാരണ അവന് 7 മണിയൊക്കെ ആകുമ്പോൾ എണീക്കുന്നവനെ ഇന്ന് 6:20 ആയപ്പോൾ എണീറ്റ് പോന്നേക്കുന്നു. പിന്നെ നേരത്തെ എണീറ്റ് നമ്മുടെ പണി പകുതി ബ്ലോക്കാണല്ലോ. പിന്നെ അതിനൊന്ന് പുന്നാരിച്ച് കൊഞ്ചിച്ചൊക്കെ കൊണ്ട് ഞാൻ ദിവാനിരുത്തി. അപ്പം മമ്മി വീഡിയോ ഒക്കെ എടുത്തോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ ചിരിച്ചുണ്ടാക്കി ഇരിക്കുകയാണ്. എവിടെ ഉറക്കച്ചടവിലിരിക്കണേ ആൾ. പിന്നെ ആ ഗ്യാപ്പിൽ ഞാൻ വേഗം പുട്ടൊക്കെ ഉണ്ടാക്കി ആൾക്കിതേ പുട്ടും പഴമൊക്കെ ഇട്ട് കൊടുക്കുകയാണേ. പുട്ടും പഴവും കഴിക്കും, ഇഷ്ടമൊക്കെയാണ്. പക്ഷേ രാവിലത്തെ സമയത്ത് കഴിക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. ഞാൻ വാരി കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ കാര്യം തീരുമാനമാവും, കഴിക്കൂല ആൾ. അപ്പം ഞാൻ കുറച്ച് ടൈമൊക്കെ കണ്ടെടുത്ത് അവൻ്റെ അടുത്ത് വന്നിരുന്ന് വാരി കൊടുത്ത് അവനൊന്ന് പുന്നാരിച്ചൊക്കെ എടുക്കുവാണേ. അത് കഴിഞ്ഞ് പുട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വേഗം അടുക്കളയിലോട്ട് പോകണമല്ലോ, ബാക്കി പരിപാടിയൊക്കെ തുടങ്ങണ്ടേ. അങ്ങനെ ഞാൻ അവനെ പുട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിൽ ചെന്ന് ഫസ്റ്റ് തന്നെ ചെമ്മീൻ വറുക്കാൻ വേണ്ടി ഇട്ടിട്ടാ. ചെമ്മീൻ വറുക്കണം ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അങ്ങനെ ചെമ്മീനൊക്കെ വറുത്ത് കഴിഞ്ഞ് ആളെ കുളിപ്പിച്ച് റെഡിയാക്കി സുന്ദരനാക്കി സെറ്റാക്കിയിട്ട് ഞാൻ ദേ സ്കൂളിലേക്ക് വിടുവാണേ. അങ്ങനെ ഞങ്ങളിതേ സ്റ്റെപ്പൊക്കെ ഇറങ്ങി റോട്ടിലോട്ടൊക്കെ പോയി പതുക്കെ നടന്നൊക്കെ പോണേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നോട് ഡയലോഗ് അടിക്കണേ, മമ്മി വീഡിയോ ഒക്കെ എടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, എനിക്കിഷ്ടമാണ് വീഡിയോ എടുക്കണം. സത്യം പറഞ്ഞാൽ ആൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണം കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നത്. മറ്റുള്ള പിള്ളേരുടെ വീഡിയോ കാണുമ്പോൾ പറയും നമുക്കെന്താ യൂട്യൂബ് ചാനൽ ഇല്ലാത്തതെന്ന് ചോദിക്കും. അപ്പം ഞാൻ ഓർത്താ നമുക്കും അങ്ങ് തുടങ്ങിയേക്കാമെന്ന്. അപ്പോൾ അതേ നമ്മുടെ എമ്രൂട്ടൻ്റെ സ്കൂൾ ബസ്സൊക്കെ വന്നേ. ആളിതേ ടാറ്റയൊക്കെ പറഞ്ഞ് കയറി പോവാണേ. പോകുമ്പോൾ ഒരു സങ്കടമാണ് കേട്ടോ ഉള്ളിൽ. ഇത്ര നേരം നമ്മുടെ കൂടെ ഉണ്ടായില്ലേ, 2 ദിവസം ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആളല്ലേ. പിന്നെ പഠിക്കണ്ടേ, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ ആൾ പോകണത്. അങ്ങനെ അവന് ടാറ്റയൊക്കെ കൊടുത്ത് ഞാൻ നേരെ വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറി അടുക്കളയിലോട്ട് കയറിയേ. അടുക്കളയിൽ കയറിയപ്പോഴത്തേക്കും നമ്മുടെ പാത്രമൊക്കെ കഴുകാൻ വേണ്ടി സിങ്കിലിട്ടേക്കുവാണല്ലോ. എനിക്കിങ്ങനെ പാത്രമൊക്കെ അടുക്കളയിൽ സിങ്കി കിടക്കണം ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ് കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഇട്ടിട്ട് പോകണ ഇഷ്ടമല്ല. അപ്പം ഉള്ളത് അപ്പം അങ്ങ് തീർത്തേക്കണം. അത് കഴിഞ്ഞ് ഞാൻ കിച്ചൺ സ്റ്റൗവൊക്കെ തുടച്ച് നമ്മുടെ കിച്ചൺ സ്ലാബൊക്കെ തുടച്ച് സ്റ്റൗവൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് അങ്ങനെ അഴുക്കൊക്കെ പിടിച്ചിറങ്ങണം എനിക്കിഷ്ടമല്ല. നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണയൊക്കെ തെറിച്ച് വീണില്ല, അതൊക്കെ ഞാൻ അപ്പം തന്നെ കൈയോടെ അങ്ങ് ക്ലീൻ ചെയ്യും കേട്ടോ. ക്ലീൻ ചെയ്ത് നമ്മുടെ കിച്ചൺ ടവലൊക്കെ കഴുകി സെറ്റാക്കി വിരിച്ചിടും. ഹാൻഡ് വാഷൊക്കെ ഞാൻ വെച്ചേക്കുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ. ഹാൻഡ് വാഷ് ഇട്ടാണ് ഞാൻ കിച്ചൺ ടവൽ കഴുകണത്. നിങ്ങളെല്ലാവരും ഇങ്ങനെയാണോ? ഞാൻ ഇങ്ങനെയാണ് കേട്ടോ. എനിക്ക് അപ്പം ഉള്ളത് അപ്പം തീർത്തില്ല, ഒരു സമാധാനക്കേടായിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ കിച്ചൺ ടവലൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് അടിച്ച് തുടച്ചൊക്കെ ഇട്ടിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അടിച്ച് തുടച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കുളിയൊക്കെ പാസ്സാക്കി കുളിച്ച് സുന്ദരിയായിട്ട് വന്നിട്ടാ. അങ്ങനെ പിന്നെ ഇനി സമാധാനമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കണം. ഇനി എൻ്റെ ടൈമാണ്. കുറച്ച് നേരം TV ഒക്കെ കണ്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.